മോശ മിസ്രൈമിൽ ഇസ്രായേൽ ജനങ്ങളുടെ നടുവിൽ കേട്ട ഒരു വാക്കാണ്, നിന്നെ അധികാരിയും ന്യായകർത്താവും ആക്കിയത് ആർ? അങ്ങനെ പറഞ്ഞ് മോശയെ തള്ളിപ്പറഞ്ഞവരുടെ മധ്യത്തിൽ ദൈവം മോശയെ തിരഞ്ഞെടുത്ത് പ്രത്യേക ഒരു നിയോഗവുമായിട്ട് മോശയെ ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിലേക്ക്, മിസ്രൈമിലേക്ക് വീണ്ടും അയക്കുകയാണ്. നിന്നെ അധികാരിയും ന്യായകർത്താവും ആക്കിയതാർ എന്ന് പറഞ്ഞവരുടെ നടുവിൽ തന്നെ ദൈവം അവരുടെ മുമ്പിൽ അവനെ അധികാരിയും അവരുടെ വീണ്ടെടുപ്പുകാരുമാക്കി മാറ്റി. തള്ളിക്കളഞ്ഞവരുടെ മധ്യത്തിൽ അവരുടെ വീണ്ടെടുപ്പിന്, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം മോശയെ ഉപയോഗിച്ചു. പ്രിയ സഹോദര സഹോദരി, ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഇപ്രകാരം ഒരു ദൂത് ഞാൻ കൈമാറാം. നിന്നെ തള്ളിക്കളഞ്ഞവരുടെ മധ്യത്തിൽ, നിന്നെ ഒഴിവാക്കി മാറ്റി നിർത്തിയ പലരുടെയും മധ്യത്തിൽ അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി, അവരുടെ വിടുതലിന് വേണ്ടി, അവരുടെ സന്തോഷത്തിന് വേണ്ടി, അവരെ ആത്മീയമാകുന്ന വളർച്ചയ്ക്ക് വേണ്ടി ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോകും. നിന്നെ അധികാരി ന്യായകർത്താവും ആക്കിയതാർ എന്ന് പറഞ്ഞ അതേ മോശയെ അതേ ജനത്തിനു വേണ്ടി അധികാരിയും വീണ്ടെടുപ്പുകാരനുമാക്കി ദൈവം മാറ്റി. കഴിഞ്ഞ നാളുകളിൽ കേട്ട ചോദ്യങ്ങളുടെ നടുവിൽ, ചോദ്യം ചോദിച്ചവരുടെ മുമ്പിൽ തന്നെ ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകും. അവരൊരു അനുഗ്രഹത്തിന് നീ ഒരു മുഖാന്തരമായി മാറാൻ പോകും. അവരൊരു വിടുതലിന് നീ ഒരു മുഖാന്തരമായി മാറാൻ പോകും. ഈ വചനങ്ങളാൽ താങ്കളെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.